ഹലോ എവ്രി വൺ, I+ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റിൻ്റെ ജാനുവരി 2026 ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ലപ്ലീസ് ഓഫ് 4 cos square 2t. ഇത് അത്യാവശ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞാൻ ചെയ്ത് കാണിക്കാം. ലപ്ലീസ് ഓഫ് 4 cos square 2t. ഇപ്പോൾ ഈ സ്ക്വയറിലല്ലേ ഈ ടേം കിടക്കുന്നത്, നമുക്കതിനെ ഒരു നോർമൽ ടേം ആക്കി മാറ്റാം. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? 1 + cos 2 തീറ്റ ബൈ 2 ആണ്. ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ സൈൻ സ്ക്വയർ തീറ്റ ആയിരുന്നെങ്കിൽ 1 - cos 2 തീറ്റ ബൈ 2 ആണ്. അപ്പം ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അപ്പം നമുക്കിത് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ വേണ്ടത് തീറ്റ ടി. ഓക്കെ, ടി എന്ന് തന്നെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos സ്ക്വയർ ടി 1 + cos 2t ബൈ 2. അപ്പം കോസ് സ്ക്വയർ നമ്മുടെ ഇവിടുത്തെ ടേം കണ്ടോ, 2t. അപ്പോൾ 2t = 1 + cos, ഓൾറെഡി 2 ഉണ്ട് അവിടെ, അതിൻ്റെ കൂടെ നമ്മുടെ ടി എന്ന് പറയുന്ന ടേം അപ്പം ഒരു 2 കൂടെ വരും, 2t ബൈ 2. അപ്പോൾ ആൻസർ വരുന്നത് 1 + cos 4t ബൈ 2. ഓക്കെ, അപ്പം ഞാനിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുത്തു. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലപ്ലേസ് ഓഫ് 4 അപ്പം ഞാൻ ഈ ടേം എഴുതുവാണെങ്കിൽ 4 cos square 2t. 4 cos square 2t എന്ന് പറയുന്നതിനെ 4 × ആ cos square 2tക്ക് പകരം ഈ വാക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 1 + cos 4t ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 4ഉം 2ഉം ക്യാൻസൽ ആയി പോയാൽ 2 വരും. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? = 2 + 2 cos 4t എന്ന് വരും. നമുക്ക് ഇതിൻ്റെ ലപ്ലേസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ എടുത്ത് എഴുതാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ലപ്ലേസ് ഓഫ് 2 + 2 cos 4t ആണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലപ്ലേസ് ഓഫ് 2 + ലപ്ലേസ് ഓഫ് 2 cos 4t. ഈ രണ്ടുപേർക്കും ഓരോ ഇക്വേഷൻസ് ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. ആദ്യം ലപ്ലേസ് ഓഫ് 2 അല്ലെങ്കിൽ ലപ്ലേസ് ഓഫ് എനി നമ്പർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ലപ്ലേസ് ഓഫ് 1 എന്ന് പറയുന്നത് 1/s ആണ്. അപ്പോൾ ലപ്ലേസ് ഓഫ് 2 എന്തായിരിക്കും? 2/s. നമുക്കപ്പം ഒരാളെ കിട്ടി. ഇനി നമുക്ക് അടുത്ത ആളെ കൂടെ കണ്ടുപിടിക്കാം. ലപ്ലേസ് ഓഫ്, ആ വാക്ക് ഞാൻ പറഞ്ഞുതരാമേ, ലപ്ലേസ് ഓഫ് cos at എന്താണെന്നറിയാമോ? ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചു വെച്ചേക്കണേ. അതായത് s/s² + a². ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ടേം ഏതാ? L ഓഫ് 2 cos 4t = ഈ 2 ഇട്ട് കൊടുക്കുക, ബാക്കി s എന്ന വാക്ക് അതുപോലെ തന്നെ എഴുതി, y s² എന്ന വാക്ക് അതുപോലെ തന്നെ എഴുതി. a എന്ന് പറയുന്നത് ഈ 2 കിടക്കുന്ന നമ്പറാണ്, 4 അല്ലേ? 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16. അപ്പം 2s/a² + 16 എന്ന് വരും. രണ്ടുപേരുടെയും ലപ്ലേസ് കിട്ടി. ഇനി രണ്ടും കൂടെ പ്ലസ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. Therefore the answer is 2/s + 2s/s² + 16. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, കണ്ടോ? 2/s + 2s² + 16. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നൗ കണ്ടോ, 2s/, ഇത് s² ആയിരുന്നു കേട്ടോ, നമുക്ക് 2s മുകളിൽ സ്ക്വയർ അല്ലായിരുന്നു. 2s/s² + 16. ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റുക, സൂക്ഷിച്ചു. ഓക്കെ, second question. f of z is equal to u plus iv. If it is analytic in a region R, then u and v are harmonic in R. This is true for dash theorem.
ഒരു ലൈക്ക് ഇങ്ങനത്തെ യു പ്ലസ് ഐ വി ഇമാജിനറി പാർട്ട് റിയൽ പാർട്ടൊക്കെ വന്നിട്ട് ഹാർമോണിക് ഒക്കെ എന്നൊക്കെ ഒരു വാക്ക് വന്നാൽ ഒന്നും ആലോചിക്കേണ്ട, നമ്മുടെ ആൻസർ കോഷി റൈമാൻ ആണ്. ഓക്കെ. Now third question. Find the residue of f of z is equal to z square by z minus 1 into z minus 2 into z minus 3 at the poles. ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ അത് തേർഡ് ക്വസ്റ്റ്യനാണ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് മൈനസ് 1 ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇൻറ്റു ഇസഡ് മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ്, നമ്മൾ ആദ്യം ഡിനോമിനേറ്ററിലെ ഇത്രയും ടേംസിലൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഇസഡ് മൈനസ് 1 എന്ന വാക്കാണ്. അതിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? ഇസഡ് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അവിടെയും ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അടുത്തത് ഇസഡ് മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. നമുക്ക് തോന്നും ഈ വാല്യൂ അതിനകത്തുണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കരുത് ഓപ്ഷൻസിൽ. ഇനിയും നമുക്ക് പരിപാടി ചെയ്യാനുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇസഡിന് നമ്മൾ ഈ വാല്യൂ 1 by 1 ഇട്ട് കൊടുക്കണം. ആദ്യം ലൈക്ക് ഇസഡിന് എഫ് ഓഫ് ഈ വാല്യൂ ഇട്ട് കൊടുക്കട്ടെ. എഫ് ഓഫ് 1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇസഡ് സ്ക്വയറിന് പകരം 1 സ്ക്വയർ എന്ന് ഇട്ടു. ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിയേ, ഞാൻ ഈ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആ ഡിനോമിനേറ്റർ മൊത്തം 0 ആയി പോകും. അപ്പം ഇത് 0 ആകാത്ത രീതിയിൽ വേണം കൊണ്ടുവരാൻ. അതായത് 1 ഇട്ടാൽ ആരാണോ 0 ആകുന്നത് ആ ടേമിനെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇസഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. അതായത് ഇയാൾക്കും ഇട്ട് കൊടുക്കണം. അപ്പം എന്ത് വരും? 1 minus 2 ഇൻറ്റു 1 minus 3. അതായത് 1 by 1 minus 2 എന്താ? -1 ഇൻറ്റു 1 minus 3 -2 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് 1 by 2 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും തന്നെ ചെയ്താൽ മതി. ആക്ച്വലി നമുക്ക് ആൻസർ വരുന്നുണ്ട്, പക്ഷേ ബാക്കി ഇവിടെ ചെയ്യാം. അടുത്തത് എഫ് ഓഫ് ഇസഡിൽ എഫ് ഓഫ് 2 ലൈക്ക് ഇസഡിന് 2 എന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പം എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു ഇസഡിന് പകരം 2 സ്ക്വയർ എന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ആരാണോ 0 ആകാൻ പോകുന്നത് അയാളെ അവോയ്ഡ് ചെയ്യുക. ബാക്കി രണ്ടുപേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ 2 അല്ലേ ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 minus 1 ഇൻറ്റു 2 minus 3. അപ്പോൾ ആൻസർ 4 ഡിവൈഡഡ് ബൈ 2 minus 1 1 ഇൻറ്റു 2 minus 3 -1. അപ്പം -4 എന്ന ആൻസർ വരും. ഇനി ലാസ്റ്റ് എഫ് ഓഫ് 3 എന്ന ഒരു വാല്യൂ ഉണ്ട്, ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇയാൾക്കൊഴിച്ച് ബാക്കി രണ്ടുപേർക്കും ഇസഡിന് 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3 minus 1 ഇൻറ്റു 3 minus 2. അപ്പോൾ 3യുടെ സ്ക്വയർ 9 ഡിവൈഡഡ് ബൈ 3 minus 1 2 ഇൻറ്റു 3 minus 2 1. ഓക്കെ, 9/2 എന്ന വാല്യൂ. ഓക്കെ, അപ്പം ഇത് മൂന്നും വരുന്ന വാല്യൂ ഓപ്ഷൻ നമ്പർ ഡി ആണ്. അതായത് നമുക്ക് ആൻസേഴ്സ് ഏതൊക്കെയാണ്? ഹാഫ് ഉണ്ട്, -4 ഉണ്ട്, 9/2 ഉണ്ട്. ഈ 3 വാല്യൂസാണ് നമ്മുടെ ഉള്ളത്. ഇപ്പം നിങ്ങളുടെ ഓപ്ഷൻസിൽ ഒറ്റ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് 3ഉം കൂടെ അങ്ങ് പ്ലസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഒറ്റ വാല്യൂ അല്ല ആൻസറിൽ, നമുക്ക് ഈ 3 വാക്കുകളുമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കണ്ടോ, ഹാഫ് -4 9/2. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് integral r dot d square r by dt square dt. ഇത് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരെ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ അല്ല ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിഫറൻസിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിക്കോട്ടെ. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 4, integral r square into dr by r into d square r by dt square
ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിഫറൻസിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്തിനാ ചെയ്യുന്നതെന്ന് അവസാനം മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇൻ്റഗ്രേഷൻ ചോദിച്ചിട്ട് ഡിഫറൻസിയേഷൻ ആട്ടോ തുടങ്ങാൻ പോകുന്നത്. ഇനി ഈ രണ്ടുപേരുണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ അതിൻ്റെ പ്രോഡക്റ്റ് റൂള്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നോക്കിയേ, ഒരേ വാക്കിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ആ വാക്ക് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ നമുക്ക് ആകെ ബാക്കിയുള്ളത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ആർ ക്രോസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. നമുക്ക് ഇനിയും അവർ പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. Integral d by dt of r cross dr by dt is equal to integral r cross d square r by dt square into dt. എന്ത് പറ്റും? ഇവിടുത്തെ ആ ഡിഫറൻഷിയേഷൻ അങ്ങ് പോകും. ഓക്കെ, ബാക്കി അപ്പോൾ വരുന്നത് ഇൻ്റഗ്രൽ. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നില്ലേ ഇപ്പോൾ? അതായത് ഇൻ്റഗ്രൽ ആർ ക്രോസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഇൻ്റഗ്രൽ ആർ ക്രോസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഡി ടി എന്ന് പറയുന്നത് ഇതാണ്. ഇൻ്റഗ്രലും പോയി കഴിഞ്ഞാൽ ബാക്കി ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നോക്കട്ടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. കണ്ടോ, ആർ ക്രോസ് ഡി ആർ ബൈ ഡി ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇത് ഒന്നും ചെയ്യാനില്ല, നമുക്ക് ബേസിക്കലി അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യമേ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന കാര്യമൊക്കെ പോയ്സൺ ഇക്വേഷനും ലപ്ലേസും ഒക്കെ ആയിരിക്കും. അത് ആദ്യമേ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പം 1 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡു യു ബൈ ഡു ടി ഈസ് ഈക്വൽ ടു ആൽഫ ഡു സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അടുത്ത 2 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡു യു ബൈ ഡു ടി ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽ സ്ക്വയർ യു ആണ്. അടുത്തത് ലപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡു സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡു സ്ക്വയർ ബൈ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അടുത്ത പോയ്സൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. ഇത് പഠിച്ചു വെച്ചാൽ മതി. മാച്ച് ദ ഫോളോയിങ്ങിൽ നമുക്ക് 2 എണ്ണം കിട്ടിയാലെങ്കിലും ബാക്കി ഓക്കെ ആക്കാൻ പറ്റും. In a simple harmonic oscillator, the phase difference between displacement and acceleration is. ഇത് ആക്ച്വലി നല്ല ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതിനെ തന്നെ അത് കാണിച്ചു തരാം. അതായത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെയും ആക്സിലറേഷനെയും സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. കണ്ടോ, ആക്സിലറേഷനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആണെന്നാണ് അർത്ഥം. അപ്പം 180 ഡിഗ്രി വരുന്ന ആൻസർ ചെയ്തുകൊണ്ട് പൈ ആണ് ആൻസർ. ഓക്കെ, ഇത് അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്കിത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.